ബ്രെയിൻ ട്യൂമർ കാരണം ഉണ്ടാകുന്ന തലവേദന എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. അതായത് ഈ തലവേദനകൾ സാധാരണ തലവേദന ഇല്ലാത്ത ആൾക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ ചെറുതായിട്ട് എന്ന് വെച്ചാൽ ന്യൂ ഓൺസെറ്റ് ഹെഡേക്ക് പുതിയതായിട്ട് ഒരു തലവേദന തുടങ്ങുവാണെങ്കിൽ അത് നമുക്ക് സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. തലവേദന ഇല്ലാത്ത ഒരാൾക്ക് പെട്ടെന്ന് തലവേദന വരുവാണെങ്കിൽ ന്യൂ ഓൺസെറ്റ് ഹെഡേക്ക്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോലി ഇൻക്രീസിങ് കണ്ടിന്യൂസ് ഹെഡേക്ക്. അതായത് പതുക്കെ ചെറിയൊരു തലവേദനയായിട്ട് തുടങ്ങിയിട്ട് എപ്പോഴും തലവേദനയുണ്ട്, ചെറുതായിട്ട് ഇങ്ങനെ കൂടി വരുന്നു. അങ്ങനത്തെ തലവേദന നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണം. അത് തലച്ചോറിന്റെ തലവേദനയുടെ പ്രത്യേകതയാണ്. എന്നുവെച്ചാൽ ഇതിങ്ങനെ വലുതാവും തോറും തലച്ചോറിന് കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. അത് മറ്റ് തലവേദനകൾ വ്യത്യാസം വെച്ച് കഴിഞ്ഞാൽ മൈഗ്രെയിൻ ആണെങ്കിലും ടെൻഷൻ എടുക്കുന്ന എപ്പിസോഡിക്കാണ്, ഇടയ്ക്ക് വരും. അത് ഭയങ്കര കഠിനമായ തലവേദന ആയിരിക്കും, പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ അത് കുറയും. പിന്നെ അതിന്റെ ഇടയ്ക്കുള്ള സമയത്തും തലവേദന കാണത്തില്ല. അപ്പൊ എപ്പിസോഡിക്കാണ് സാധാരണ ഉള്ള കോമൺ ആയിട്ടുള്ള ഹെഡേക്സ്. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹെഡേക്ക് ഇങ്ങനെ കൂടി വരുവാണെങ്കിൽ നമ്മളത്, അതായത് ഇപ്പോൾ 2-3 ദിവസമൊക്കെ നമുക്ക് ഹെഡേക്ക് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായും സംശയിക്കണമെന്നാണ്. അത് ഇടയ്ക്കിടയ്ക്ക് 2-3 ദിവസം നിന്നു, പിന്നെ ഇല്ല. മൈഗ്രെയിൻ്റെ തലവേദനയൊക്കെ 72 മണിക്കൂർ വരെ നീണ്ടു നിൽക്കാം. അപ്പം മൈഗ്രെയിൻ്റെ ഹെഡേക്ക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഭയങ്കരമായിട്ട് അങ്ങ് കൂടിയിട്ട് 3 ദിവസം കണ്ടിന്യൂമായ ഹെഡേക്ക് ആയിരിക്കും. പക്ഷേ ഈ തലച്ചോറിന്റെ സാധാരണ രീതിയിൽ ബ്രെയിൻ ട്യൂമർ ഹെഡേക്ക് എന്ന് വെച്ചാൽ വളരെ ദിവസങ്ങളോളം വളരെ ചെറിയൊരു ഹെഡേക്ക് അങ്ങനെ കൂടി ആഴ്ചകളോളം കഴിയുമ്പോൾ കുറച്ചുകൂടി കൂടി വരുന്നു. പക്ഷെ എന്നാലും മാറുന്നില്ല. അങ്ങനത്തെ ഹെഡേക്ക് സ്ലോലി ഓൾസോ കണ്ടത് പെട്ടെന്നല്ല അത് കൂടുന്നത്, വളരെ പതുക്കെയാണ് കൂടി വരുന്നത്. കാരണം അതിന്റെ വളർച്ചയനുസരിച്ചാണ് അതിന്റെ സിംറ്റംസ് ഉണ്ടാക്കുന്നത്. പിന്നെ മൂന്നാമതായിട്ട് ഈ തലവേദനകളുടെ കൂടെ മറ്റ് ലക്ഷണങ്ങൾ, അതായത് ഛർദി അല്ലെങ്കിൽ തളർച്ച, അപസ്മാരം, കാഴ്ച നഷ്ടപ്പെടുക, സ്വഭാവ വ്യത്യാസം ഉണ്ടാവുക, അങ്ങനെയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതും നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണം. കാരണം അതും ഈ ബ്രെയിൻ ട്യൂമറിന്റെ ലക്ഷണമായിട്ട് വരാം. അപ്പൊ ഇപ്പൊ ഛർദി എന്ന് പറഞ്ഞാൽ മൈഗ്രെയിൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഛർദി വരാം. പക്ഷേ ബ്രെയിൻ ട്യൂമറിന്റെ കൂടെയുള്ള ഛർദിക്ക് എന്ന് പറഞ്ഞാൽ അത് ഓക്കാനം ഇല്ലാത്ത ഛർദിയാണ്. പ്രൊജക്ടൈൽ ഓക്കാനം ഇല്ലാത്ത. സാധാരണ ഛർദി എന്ന് പറയുന്നത് ആദ്യം ഒരു ഓക്കാനം പോലെ തോന്നും, പിന്നെയല്ല ശ്രദ്ധിക്കുന്നത്. പക്ഷെ ബ്രെയിൻ ട്യൂമർ എന്ന് വെച്ചാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പെട്ടെന്ന് യാതൊരു പ്രകോപനം ഇല്ലാതെ പെട്ടെന്ന് നമുക്ക് സാധിക്കും. പ്രൊജക്ടൈൽ വോമിറ്റിംഗ് എന്ന് പറയും. അത് എല്ലാ ബ്രെയിൻ ട്യൂമറും കാണത്തില്ല, പക്ഷെ അതുണ്ടെങ്കിൽ അത് ബ്രെയിൻ ട്യൂമറിന്റെ ഒരു എന്ന് വെച്ചാൽ തലയുടെ പ്രഷർ കൂടുന്നതിന്റെ ഒരു ലക്ഷണമാണ്. അപ്പൊ അതിനെ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണം. അതെ, അപ്പം തലവേദനയുടെ കൂടെ പ്രൊജക്ടൈൽ വോമിറ്റിംഗ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇതാണ് മൂന്നാമത്തെ പോയിന്റ്. അതായത് ആദ്യം പറഞ്ഞു ന്യൂ ഓൺസെറ്റ് ഹെഡേക്ക്, അത് ആദ്യമായിട്ടുണ്ടാകുന്ന തലവേദന ആണെങ്കിൽ സീരിയസ് എടുക്കണം. രണ്ടാമത്തത് തലവേദന ഇല്ലാത്ത ആൾക്ക്, ഒരു 19 വയസ്സുള്ള ആൾക്ക് തലവേദന ഇതറിയില്ല, മൈഗ്രെയിൻ പോലത്തെ പ്രശ്നങ്ങളൊന്നും ആൾക്ക് തലവേദന ഉണ്ടെങ്കിൽ സീരിയസ് എടുക്കണം. രണ്ടാമത്തത് പതുക്കെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹെഡേക്ക്, എപ്പോഴും തലവേദന പതുക്കെ കൂടി വരുന്നത്, അത് സീരിയസ് എടുക്കണം. മൂന്നാമത്തത് തലവേദന കൂടെ മറ്റു ലക്ഷണങ്ങളുണ്ടെങ്കിൽ അത് സീരിയസ് എടുക്കണം. നാലാമത്തത് സഡൻ അല്ലെങ്കിൽ പെട്ടെന്ന് ഭയങ്കര കഠിനമായ തലവേദന വന്നിട്ട് സഹിക്കാൻ പറ്റാത്ത ലെവലിലേക്ക് പോകണം, എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ പുള്ളിക്കാർ കുഴഞ്ഞു വീഴുന്നു, അബദ്ധാവസ്ഥയിലൊക്കെ പോകണമെങ്കിൽ അത് സീരിയസ് എടുക്കണം. അത് ചിലപ്പോൾ രക്തസ്രാവം അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണമാവാം.